കാരണം ഇത് നല്ല ഫ്രൂട്ട് അല്ലാത്തതുകൊണ്ടാണ് തുറക്കാൻ ബുദ്ധിമുട്ട് വന്നത്. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഒരു ചെറിയ സാധനമുള്ളൂ. ഈ പുലാസാൻ എന്തുകൊണ്ട് നമ്മൾ കൊമേഴ്ഷ്യലി റെക്കമെൻഡ് ചെയ്യുന്നില്ല? കണ്ടുവരുന്ന ഒരു പ്രശ്നം, ഇതിൽ പേട്ടുകായ്കൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാകാനുള്ള സാധ്യത കൂടുതൽ. മാംഗോസ്റ്റിനിൽ ആൺപെൺ വ്യത്യാസമില്ല. കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. ഗ്രാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്താലും അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവായിട്ടാണ് നമ്മൾ. സർ, നമ്മൾ റംബൂട്ടാനെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാവുന്നതാണ്. അത് കേരളത്തിൽ നമുക്ക് ഇനി വരും തലമുറയുടെ അല്ലെങ്കിൽ വരും ഭാവിയിലുള്ള ഒരു കൃഷിയുടെ വാഗ്ദാനമാണ് റംബൂട്ടാൻ എന്ന് പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ട് പുലാസാൻ ആരും ഇത് ചെയ്യുന്നില്ല? പുലാസാനിൽ ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഫ്രൂട്ടിനെ ഒന്നുകൂടെ പരിചയപ്പെടുത്താം അറിയത്തില്ലാത്തവർക്ക് വേണ്ടി. നമ്മുടെ റംബൂട്ടാൻ്റെ ഫാമിലിയിൽപ്പെട്ട ഒരു പഴവർഗ്ഗം കണ്ടാൽ ഏകദേശം അതുപോലെ തന്നെയാണ്. ഇത് പ്രധാന വ്യത്യാസം ഹെയറി അല്ലെന്നുള്ളതാണ്. റംബൂട്ടാൻ ഹെയറിയ പുറമേ ഇങ്ങനെ നാരുകളുണ്ട്. ഇത് അങ്ങനെയല്ല, ചക്കയുടെ ഒക്കെ പുറത്തെ മുള്ളു പോലെ ചെറിയ മുള്ളേ ഉള്ളൂ. അതാണ് പുറമേ ഉള്ള വ്യത്യാസം. ഇതിൻ്റെ ഈ പേര് വരാൻ രസകരമായ ഒരു കാര്യമുണ്ട്. പുലാസാൻ നമുക്ക് അത്ര പരിചിതമായ പേരല്ലല്ലോ. ഈ പേരുകളെല്ലാം നമുക്കറിയാവുന്ന പോലെ ഈ ഫ്രൂട്ടും നമ്മുടെ സ്വന്തമല്ല, മറുനാട്ടിൽ നിന്ന് ഇവിടെ വന്ന, പ്രത്യേകിച്ചും മലേഷ്യ പോലുള്ള രാജ്യങ്ങളിലാണ് ഇതിൻ്റെ എല്ലാം ഉത്ഭവം. അപ്പോൾ ആ രാജ്യങ്ങളിൽ നിന്നുള്ള പഴങ്ങളായതുകൊണ്ട് അവിടെ നിന്നാണ്, ആ ഭാഷയിൽ നിന്നാണ് ഇതിൻ്റെ പേരുകളും ഉണ്ടായത്. ഇപ്പോൾ പുലാസാനിലെ PULASAN എന്നാണ് പുലാസാൻ. അതിലെ പുലാസ് എന്ന വാക്കിൻ്റെ അർത്ഥം ട്വിസ്റ്റ് ഓപ്പൺ, പിരിച്ചു തുറക്കുക. ഈ ഫ്രൂട്ട് കുപ്പിയുടെ അടപ്പ് തിരിക്കുന്നത് പോലെ ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ, ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇത് തുറന്നു വന്നു. അത്ര സിമ്പിളാണ്. അപ്പം പിരിച്ചു തുറക്കാവുന്നത് എന്നർത്ഥമുള്ള പുലാസ് എന്ന വാക്കിൽ നിന്നാണ് പുലാസാൻ എന്ന പേര് വന്നത്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ പുലാസാൻ എന്തുകൊണ്ട് നമ്മൾ കൊമേഴ്ഷ്യലി റെക്കമെൻഡ് ചെയ്യുന്നില്ല? ഈ പുലാസാനിൽ സ്വാഭാവികമായിട്ട് തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നം, ഇതിൽ പേട്ടുകായ്കൾ എന്ന് പറഞ്ഞാൽ ഉള്ളിലൊന്നും ഉണ്ടാകത്തില്ല. എനിക്ക് തോന്നുന്നു ഇതിൽ തന്നെ ഉണ്ട്. ഇതുണ്ടോ, ഈ ഫ്രൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഫ്രൂട്ട് ഈ ഫ്രൂട്ട് നമ്മളൊന്ന് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് പിടിച്ചോളൂ. ഇതും അത് തന്നെയാണ്. ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഒന്ന് പിടിച്ചോളൂ. തുറക്കാൻ ഇത് നല്ല ഫ്രൂട്ട് അല്ലാത്തതുകൊണ്ടാണ് തുറക്കാൻ ബുദ്ധിമുട്ട് വന്നത്. ഇതിൻ്റെ അകത്തൊന്നുമില്ല, ഒരു ചെറിയ സാധനമുള്ളൂ. ഇതാണ് ഫ്ലാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കായകൾ ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി പൊതുവിൽ ഇതിനുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ നല്ല ന്യൂട്രീഷൻ മാനേജ്മെൻറ്റ്, പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് അനുകൂലമായിട്ട് വന്നെങ്കിൽ മാത്രം വരും. സ്വാഭാവികമായിട്ട് നമ്മൾ എത്ര പരിചയിച്ചാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാൻ കാണുന്നുണ്ട്. അപ്പം പൂർണ്ണമായിട്ട് നമുക്കിതിനെ മറികടക്കാനൊരു വഴി ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കൊമേഴ്ഷ്യലായിട്ട് ചെയ്ത് ഒരു വർഷം നമുക്ക് ഇതിലുണ്ടാകുന്ന നല്ല ശതമാനം ഫ്ലാറ്റ് കായ്കളാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒരു ഗുണം കിട്ടത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു കൊമേഴ്ഷ്യലേക്ക് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തത്. നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ കൊമേഴ്ഷ്യലായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ പറയാം. അല്ല, ഇതിൻ്റെ വളർച്ചാ രീതികളും ഇതിൽ വേറെ വെറൈറ്റികളുണ്ടോ? പുലാസാനിലെ റംബൂട്ടാനെ പോലെ അങ്ങനെ വെറൈറ്റികളില്ല. ഇല്ല. അപ്പോൾ ഇത് റംബൂട്ടാൻ പോലെ തന്നെ പരിചരണം അങ്ങനെയെല്ലാം കറക്റ്റ് തന്നെയല്ലേ? അത് തന്നെ, സെയിം. അതിന് വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ കായ ഉണ്ടാകുമ്പോൾ വരുന്ന ഈ ഒരു ചെറിയ പ്രശ്നം മാത്രമാണ് അതിനകത്ത് നമ്മൾ പ്രശ്നമായിട്ട് കാണുന്നത്. ഈ ഫ്ലാറ്റ് കായകളിലെ ആ കാര്യമാണ് പ്രശ്നമായിട്ട് കാണുന്നത്. പക്ഷേ ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് വ്യാവസായികമായി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിമാൻഡുള്ളതാണ്, മറ്റേതിനേക്കാൾ ടേസ്റ്റ് കൂടുതലാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഈ പുലാസാൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് തനി മധുരമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ തനി മധുരമുള്ള ഫ്രൂട്ട് നമ്മൾ കഴിക്കുമ്പം പെട്ടെന്ന് നമ്മളൊന്ന് മടുക്കാൻ, നമ്മൾ നാടൻ ഭാഷ ചെകിടിച്ച് പോകുമെന്നൊക്കെ പറയും, ഒരു മന്ദത ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പോൾ ഒരു മത്ത് പിടിക്കും, ഒരു 4-5 പുലാസ നമ്മൾ തുടരെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കഴിക്കാനൊരു തോന്നൽ വരത്തില്ല. അതേസമയം നമ്മൾ റംബൂട്ടാനിലേക്ക് പോയി, പ്രത്യേകിച്ച് N18 പോലുള്ള വെറൈറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര വേണേലും നമ്മൾ കഴിക്കും. ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം കൂടെ പറയാം. ഈ പഴത്തിൻ്റെ ടേസ്റ്റിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ പഴത്തിലെ ഷുഗർ ആസിഡ് ബാലൻസ്. എന്നുവെച്ചാൽ പുളിയും മധുരവും എത്ര ബാലൻസ് ചെയ്താണോ അതിനകത്ത് വന്നിരിക്കുന്നത്, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റിനെ നിർണ്ണയിക്കുന്ന കാര്യം. ഇപ്പോൾ ഈ N18 പഴം നമ്മൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ മധുരമാണെന്ന് ചോദിച്ചാൽ മധുരമാണ്, പക്ഷേ ചെറിയൊരു പുളി എവിടെയോ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് രണ്ടും കൂടെ കൃത്യമായിട്ട് മിക്സ് ചെയ്ത് വന്ന് നമ്മൾ കഴിക്കുമ്പം പിന്നെയും കഴിക്കാനുള്ള ടെൻഡൻസി നമുക്കുണ്ടാവും. ഇപ്പം പുലാസാനും റംബൂട്ടാനും 1 കിലോ, N18 ഓരോ കിലോ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ 4-5 പുലാസാൻ കഴിക്കുമ്പോൾ നമ്മൾ പഴയ മന്നതിലേക്ക് വരും. പക്ഷേ 1 കിലോ റംബൂട്ടാൻ N18 നമ്മൾ ഒറ്റയിരിപ്പിന് കഴിക്കും. അതാണ് ഇത് നമ്മൾ വ്യത്യാസം. 2,
നമ്മൾ റംബുട്ടാൻ്റെ കാര്യം പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞു സൂക്ഷിപ്പ് കാലം പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെ ഈ റംബുട്ടാൻ കണ്ട് ഇത് നല്ല ജ്യൂസിയായി, സോറി പുലാസം നല്ല ജ്യൂസിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്തൊരു വിലയൊക്കെ കിട്ടും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അല്ല, അത് മാത്രമല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഇത് ഇളകി വരാൻ റംബുട്ടാനെ പോലെ അങ്ങനെ ചില ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. കുറച്ചൊക്കെ ഇതെ പറ്റി പിടിച്ചിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എനിവേ നമുക്ക് ഹോം സ്റ്റേ തന്നെ ആയിരിക്കും നല്ലത്. ഒരു വീട്ടാവശ്യമായിരിക്കും അതിന് വെക്കുന്നതായിരിക്കും നല്ലത്. സാർ, ഇതല്ലേ നമ്മുടെ പഴങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്? അതെ, ക്യൂൻ ഓഫ് ഫ്രൂട്ട്സ് മാംഗോസ്റ്റിൻ. അതെ. എന്തുകൊണ്ടാണ് മാംഗോസ്റ്റിൻ? മാംഗോസ്റ്റിൻ ഇഷ്ടപ്പെടുന്ന അനേക ആളുകളുണ്ട്, പ്രത്യേകിച്ചും റംബൂട്ടാൻ ആ പേരില്ല അല്ലെങ്കിൽ ആൾക്ക്. അതെന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ആളുകൾ വളരെയധികം പ്രിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാമ്പഴം ഇന്ത്യയിൽ പറയുമല്ലോ, പഴങ്ങളുടെ രാജാവ് എന്ന് പറയുമല്ലോ, എന്ന് പറഞ്ഞതുപോലെ അവിടെ ആളുകൾ ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒരു പേരിലേക്ക് വന്നതാണ്. നമ്മുടെ നാട്ടിലും മാംഗോസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. നല്ലൊരു ടേസ്റ്റുള്ള ഫ്രൂട്ട് തന്നെയാണ്, തീർച്ചയായിട്ടും നല്ലൊരു ഫ്രൂട്ട് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ഭയങ്കര തൊണ്ട് സൈസ് കൂടുതലാണ്, മറ്റേ കുറച്ച് റിക്കവറി കുറവാണ്. അതെ, അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്നാലും മാംഗോസ്റ്റിൻ നമ്മുടെ നാട്ടിൽ രണ്ട് രീതിയിൽ, കൊമേഴ്ഷ്യലായിട്ടും നമ്മുടെ ഒരു വീട്ടാവശ്യമായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. അതെ, കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന വെറൈറ്റി ഉണ്ടോ, വലിപ്പം ചെറുപ്പം അല്ലെങ്കിൽ എന്തെങ്കിലും? മാംഗോസ്റ്റിനിൽ അങ്ങനെ പ്രത്യേകിച്ച് കൂടുതൽ വെറൈറ്റികളില്ല. ഞങ്ങൾ ഹോം ഗ്രോണിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ K100 എന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ. അത് ഞങ്ങളുടെ ഒരു ബ്രാൻഡിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. K100 എന്നുള്ളൊരു മംഗോസ്റ്റിനാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മംഗോസ്റ്റിൻ്റെ അകത്തൊരു പ്രത്യേകത, ചെടികളുടെ ഒരു പ്രത്യേകത ഞാൻ പറയാം. നമ്മുടെ റംബുട്ടാൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ വിത്തൊക്കെ ഇട്ട് മുളപ്പിച്ചതാണ് ചിലത് കായ്ക്കാതെ വരുന്നെന്നുള്ള കാര്യം പറഞ്ഞു. മാംഗോസ്റ്റിനിൽ ആൺപെൺ വ്യത്യാസമില്ല. അതുകൊണ്ട് വിത്ത് മുളച്ച തൈകളാണെങ്കിലും എല്ലാ മരങ്ങളും കാലതാമസം. അതുകൊണ്ട് തന്നെ കാലതാമസം അതിലുണ്ട്. അതായത് ഒരു വിത്ത് നമ്മൾ മുളപ്പിച്ച സമയം മുതൽ ഒരു 8 വർഷം വരെയെങ്കിലും സമയമെടുത്താണ് സാധാരണഗതിയിൽ മാംഗോസ്റ്റിൻ കായ്ക്കുന്നത്. അത് നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞങ്ങൾ അതിനൊരു പോകുമ്പോഴും കൂടെ പറയുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നഴ്സറിയിൽ ഒരു 4 വർഷം 5 വർഷം വരെയൊക്കെ പ്രായമുള്ള തൈകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 3 അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് കായ്ക്കും. അപ്പോൾ നമ്മുടെ മാംഗോസ്റ്റിൻ പ്ലാന്റ് ചെയ്യുമ്പോൾ അല്പം പ്രായമുള്ള തൈകൾ എടുക്കുക എന്നുള്ളതാണ് വേഗത്തിൽ കായ്ക്കാൻ. ഗ്രാഫ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, ബഡ്ഡിങ് ഇതിനകത്ത് ഇല്ല, ബഡ്ഡിങ് ചെയ്യാനേ പറ്റത്തില്ല, ഗ്രാഫ്റ്റിംഗ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു അനുഭവത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾക്ക് ശരിയായ നിലയിലൊരു വളർച്ച കിട്ടുന്നതായിട്ടോ നന്നായിട്ട് ഫലം കിട്ടുന്നതായിട്ടോ ഒരു അനുഭവം ഇല്ല. പലയിടത്തും ഇത് പരാജയമായിട്ടാണ് കണ്ടിട്ടുള്ളത്. സീഡ്ലിങ്സ് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, സീഡ് സെലക്ഷനിൽ ഇപ്പം കേട്ടിട്ട് കാണും, ഈ വിത്ത് തേങ്ങ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു മധ്യപ്രായത്തിലുള്ള തെങ്ങിൻ്റെ വിത്ത് തേങ്ങയാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ഒരു 50 വർഷത്തിനെങ്കിലും മുകളിൽ പ്രായമുള്ള മാംഗോസ്റ്റിൻ മരങ്ങളിൽ നിന്നുള്ള വിത്തുകളാണ് ഏറ്റവും നല്ലത്. ഞങ്ങളത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇവിടെ മദർ പ്ലാന്റ് ഉണ്ടോ? മദർ പ്ലാന്റ് നമുക്കുണ്ട്, നമ്മൾ അപ്പുറത്തുണ്ട്. അപ്പം അതനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഗ്യാരണ്ടി ഈ പറഞ്ഞ കാലയളവിനുള്ളിൽ കായ്ക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇതിന് അങ്ങനെ ബഡ്ഡിങ്ങോ ഗ്രാഫ്റ്റിങ്ങോ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പറ്റിപ്പോൾ ഇത് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുകയെന്നല്ല ഞാൻ പറയാം. ബഡ്ഡിങ് ചെയ്യാൻ പറ്റത്തില്ല, ബഡ്ഡിങ് മൂലങ്ങൾ ഇതിനില്ല. ഗ്രാഫ്റ്റിങ് ചെയ്യാൻ പറ്റും, പക്ഷേ ഗ്രാഫ്റ്റ് ചെയ്താലും അതിൻ്റെ സക്സസ് റേറ്റ് വളരെ കുറവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയില്ല, ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷേ വിജയ ശതമാനം വളരെ കുറവായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതിനകത്ത് അല്ലികളായിട്ടാണ്. റംബുട്ടാൻ പോലെ ഒരു സിംഗിൾ ഫ്രൂട്ട് അല്ലല്ലോ. റംബുട്ടാനിലും പുലാസാനിലും ഒക്കെ നമ്മൾ ഒരു കുരു അതേ പൊതിഞ്ഞ മാംസളമായ ഭാഗം അത് നമ്മൾ കഴിക്കുന്നു. ഇതിലങ്ങനെയല്ല, കുടംപുളിയൊക്കെ പോലെ അല്ലികളായിട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിന് ഈ പുറമേ കണ്ടോ ഒരു ദളങ്ങൾ കണ്ടോ? ഇപ്പോൾ ഇത് 1 2 3 4 5 ദളങ്ങളായി ഇതിൻ്റെ പുറകെ കാണുന്നത്. അതിലെത്രയുണ്ട്? അതിൽ 5. ചിലപ്പം കൂടുതൽ കാണും, ചിലപ്പോൾ കുറവായിരിക്കും. ഈ ദളങ്ങളുടെ എണ്ണം അനുസരിച്ചായിരിക്കും അല്ലികൾ എന്നാണ് സാധാരണ പറയുന്നത്. നമുക്ക് വേണമെന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മൾ ഇതൊന്ന് പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇതിനകത്ത് 5 ആയിരുന്നല്ലോ നമ്മൾ കണ്ടത്. ഇതിൻ്റെ അകത്ത് കണ്ടോ, നോക്കി 1 2 3 4 5 അല്ലികളാണ്. ഇതിന് മറ്റൊരു പ്രത്യേകത കൂടെ പറയാം. ഇതുകൊണ്ട് ഒരു ഒരെണ്ണം വലുതാണ്. നോക്കിയേ, അല്ലികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈവൻ അല്ല, ഒരേ വലുപ്പത്തിലല്ലല്ലോ. ഇതിനകത്തായിരിക്കും സീഡുള്ളത്. മറ്റേതിൽ സീഡ് സാധാരണ കാണത്തില്ല. സാധാരണഗതിയിൽ ഏതെങ്കിലും വലിപ്പമുള്ള ഒന്നിലെ സീഡ്, ചിലപ്പോൾ അപൂർവമായിട്ട് 2 എണ്ണത്തിനകത്ത് സീഡ് കാണാറുണ്ട്. എങ്കിലും ഈ വലിപ്പമുള്ള ഒരു അല്ലിയിലെ സീഡ് കാണത്തുള്ളൂ, ബാക്കിക്കകത്ത് സീഡ് കാണത്തില്ല.